നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. CCTVയുടെ 18ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് നാളെ ഉച്ചയ്ക്ക് 12 മണി മുതൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയവരെയും വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ആദരിക്കും. അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി സാമ്പത്തിക സഹായം നൽകും. ചടങ്ങ് CCTV ന്യൂസ് ചാനലിലും TCV ഉത്സവ് ചാനലിലും തത്സമയം. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ കലാകിരീടത്തിനായി കടുത്ത മത്സരം. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് 127 പോയിന്റോടെ മുന്നിൽ. തൃപ്രയാർ, പാലക്കാട് കോളേജുകൾ തൊട്ടുപിന്നിൽ. കലാമേള നാളെ സമാപിക്കും. പുന്നൂർക്കുളത്ത് ദേശീയപാതയോരത്തെ സർവീസ് റോഡിൽ അലക്ഷ്യമായി കൂട്ടിയിട്ട മെറ്റൽ കൂനയിൽ സ്കൂട്ടർ ഇടിച്ചു കയറി ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പൊന്നാനി സ്വദേശി മരിച്ചു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ഉയരുന്നു. വാർത്തകൾ വിശദമായി. CCTVയുടെ 18ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ജനകീയ ദൃശ്യമാധ്യമമായ CCTV അർഹരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പും വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയവർക്ക് ആദരവും ഒരുക്കുന്നതായി സംഘാടക സമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവരെയാണ് ക്യാഷ് അവാർഡും ഫലകവും നൽകി ആദരിക്കുന്നത്. അർഹരായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനായി സാമ്പത്തിക സഹായവും നൽകും. നാളെ ഉച്ചയ്ക്ക് 12:30 രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും. തുടർന്ന് 1 മണിക്ക് ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇന്റർനാഷണൽ ട്രെയിനറും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരിന്റെ കരിയർ ഗൈഡൻസ് ക്ലാസോടുകൂടിയാണ് ചടങ്ങ് ആരംഭിക്കുക. 2 മണിക്ക് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷനാകും. ചടങ്ങിൽ വാസ്തുവിദ്യാ ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, കവി റഫീഖ് അഹമ്മദ്, ഗായിക നിത്യ മാമൻ, ഫിലിം എഡിറ്റർ V വേണുഗോപാൽ, കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി, ഗണിതശാസ്ത്രജ്ഞൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് നേടിയ കെസ്ന റിസ് ജോണി എന്നിവരെ ആദരിക്കും. സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLAയും +2 പുരസ്കാരദാനത്തിന്റെ ഉദ്ഘാടനം NK അക്ബർ MLAയും SSLC പുരസ്കാരദാനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസും നിർവഹിക്കും. പ്രമുഖ മാധ്യമപ്രവർത്തകൻ R ശ്രീകണ്ഠൻ നായർ മുഖ്യപ്രഭാഷണം നടത്തും. എൻഡോമെന്റ് വിതരണം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ ശ്രദ്ധേയ സാന്നിധ്യങ്ങൾ പങ്കെടുത്ത് ആശംസകൾ നേരും. പുരസ്കാരദാന ചടങ്ങ് CCTV ന്യൂസ്, TCV ഉത്സവ് എന്നീ ചാനലുകളിലൂടെയും CCTV യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. ഇപ്പോൾ ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജോസ് മാളിയേക്കൽ തത്സമയം ചേരുകയാണ്. ജോസ്, ഒരുക്കങ്ങൾ എത്ര കണ്ട് പൂർത്തിയായി? നാളെ എത്ര മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കാൻ സാധിക്കും? കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നൽകാനുള്ള പൊതുവായ വിവരങ്ങൾ എന്തൊക്കെയാണ്? ടോണി, ചരിത്രത്തിൽ ഇടം നേടിയ CCTVയുടെ 18ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അരങ്ങുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ബദനി സ്കൂളിൽ തന്നെയാണ് വിദ്യാഭ്യാസ പുരസ്കാരത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്നത്. കൃത്യം 12 മണിക്ക് രജിസ്ട്രേഷൻ നടപടികളോടുകൂടിയാണ് ചടങ്ങ് ആരംഭിക്കുക. 12 മണിക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ 1 മണി മുതൽ ഇൻ്റർനാഷണൽ ട്രെയിനറായിട്ടുള്ള സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സോടുകൂടി ഈ ചടങ്ങിന് തുടക്കം കുറിക്കും. തുടർന്ന് 2 മണിക്ക് വിദ്യാഭ്യാസ പുരസ്കാരത്തിൻ്റെ വിതരണ ഉദ്ഘാടനവും അനുമോദന സദസ്സും തുടക്കമാകും. ഇത്തവണ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കുന്നംകുളം MLA ശ്രീ AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നിയുക്ത ആലത്തൂർ MP K രാധാകൃഷ്ണൻ, MLAമാരായ മുരളി പെരുന്നെല്ലി, NK അക്ബർ, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, മാധ്യമപ്രവർത്തകൻ ഫ്ലവേഴ്സ് ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള R ശ്രീകണ്ഠൻ നായർ, ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ തുടങ്ങിയ വ്യക്തിത്വങ്ങളും കേരള വിഷൻ ചാനലിൻ്റെയും KCCLൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഈ ചടങ്ങിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുന്നംകുളം മേഖലയിലെ അല്ലെങ്കിൽ CCTVയുടെ നെറ്റ്വർക്ക് പരിധിയിലുള്ള പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ നടത്തി വരുന്നുണ്ട്. ഇത്തവണ വാസ്തുവിദ്യ കുലപതിയായിട്ടുള്ള കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഗാനരചനയ്ക്കുള്ള 2023 അവാർഡ് നേടിയ കവിയും ഗാനരചയിതാവുമായിട്ടുള്ള റഫീഖ് അഹമ്മദ്, മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള നിത്യ മാമൻ, മഞ്ഞുമേൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ കലാസംവിധാന രംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അജയൻ ചാലിശ്ശേരി, ഫിലിം എഡിറ്റർ ആയിട്ടുള്ള വി വേണുഗോപാൽ, ഗണിതശാസ്ത്രജ്ഞൻ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട് തുടങ്ങിയവരെയാണ് ആദരിക്കുന്നത്. കൃത്യം 12 മണിക്കാണ് നമ്മുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുക. ഏകദേശം 800ഓളം വരുന്ന കുട്ടികളാണ് സ്കോളർഷിപ്പും പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തുക. ചടങ്ങുകൾ നടക്കുന്ന ബദനി ഓഡിറ്റോറിയത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്കോളർഷിപ്പിനും മറ്റ് വിദ്യാഭ്യാസ പുരസ്കാരവും സ്വീകരിക്കുന്നതിന് വേണ്ടി വരുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സീറ്റുകൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 800 കുട്ടികൾ SSLC +2 സ്കോളർഷിപ്പ് പുരസ്കാരങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരും. 12 മണിക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ 1 മണിക്കാണ് നമ്മളുടെ മോട്ടിവേഷൻ ക്ലാസ് നടക്കുക. അത് കഴിഞ്ഞാൽ 2 മണിക്ക് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നതായിരിക്കും. ടോണി, ഒപ്പം തന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ CCTVയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും നമ്മളുടെ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരും. ജോൺസേട്ടാ, 18ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിനാണ് ഇപ്പോൾ നമ്മൾ നാളെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഓക്കെ, അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ആയിട്ടുണ്ട്. എവരിത്തിങ് ഓക്കെ. ഇപ്പോൾ എന്താണ് ഈ കഴിഞ്ഞ 18 വർഷം നമ്മൾ ഇത്തരത്തിലുള്ളൊരു സംരംഭവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജോൺസന് പറയാനുള്ളത്? കഴിഞ്ഞ 18 വർഷം നമുക്കൊരു ആമുഖത്തിൻ്റെ ആവശ്യം സത്യത്തിൽ ഇപ്പോൾ ഇല്ല. കാരണം കഴിഞ്ഞ 18 വർഷമായിട്ട് ജനങ്ങൾ വളരെ, പ്രത്യേകിച്ച് SSLC അല്ലെങ്കിൽ +2 വിദ്യാർത്ഥികളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ +2 വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിക്കാൻ തരപ്പെടുന്ന കുട്ടികളൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ കമൻസാണ് അവരുടെ അടുത്ത് നിന്ന്, ഈ പ്രാവശ്യം ഇല്ലേ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പുതിയ പരിപാടികൾ എന്നൊക്കെ. നമ്മളത് അതിഗംഭീരമായിട്ട് തന്നെ എല്ലാ പരിപാടികളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മളിപ്രാവശ്യം ഏതാണ്ട് 700-ൽ പരം കുട്ടികൾക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. 100ഓളം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇത്തരമൊരു പ്രസ്ഥാനമൊക്കെ നിലനിൽക്കുക എന്നുള്ളത് വളരെ അതിശയകരമായിട്ടുള്ളൊരു സമയത്താണ് ഇപ്പോഴും നമ്മൾ തുടരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായകരമായ നിലപാടെടുത്ത നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ വരിക്കാർക്ക്, അവരുടെ കുട്ടികൾക്ക് നൽകുന്ന ഒരു പ്രോത്സാഹനം, അവരുടെ കുട്ടികൾക്ക് നൽകുന്ന ഒരു സമ്മാനം എന്ന നിലക്കാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മളൊക്കെ ഈ തരത്തിലേക്ക് പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് പോലും നമ്മളെ ഇത്തരത്തിലേക്ക് ഉയർത്താനുണ്ടായ സാഹചര്യത്തിൽ അവരെ നമുക്ക് വിട്ടുപോകാതിരിക്കാൻ കഴിയില്ല. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്നൊരു ഉപഹാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രതിഭാ പുരസ്കാരവും അല്ലെങ്കിൽ ഒരു പുരസ്കാരവും മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് 100ഓളം കുട്ടികൾക്ക്, +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി അവർക്ക് പഠിക്കാനായിട്ട് ഇപ്പം നമ്മൾ ഒരു സ്കോളർഷിപ്പ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മാർക്ക് മാത്രമല്ല, ഉന്നത പഠനവും അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്കൊരു ഇത്തരം ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അനൗൺസ് ചെയ്യാത്ത ഒട്ടേറെ ഇത്തരം സൗജന്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മൾ പറഞ്ഞ് ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ടല്ല. CCTV ഒരു പ്രചരണായുധമല്ല എങ്കിൽ പോലും നമ്മളെ വളർത്തിയ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അവരെ കൈപിടിച്ച് ഉയർത്താനായിട്ടുള്ള ഇടപെടലുകൾ നടത്തി വരുന്നുണ്ട്. നാളത്തെ പരിപാടി, എല്ലാ പരിപാടികളും ഇവിടെ ഒക്കെയാണ്. ഇവിടെയുള്ള മുഴുവൻ ഓപ്പറേറ്റർമാരും ഒക്കെ, നമ്മുടെ ഡയറക്ടേഴ്സ്, ചെയർമാൻ അടക്കം, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KV രാജൻ തുടങ്ങിയ എല്ലാവരും ഇവിടെ വളരെ സജ്ജമാണ്. പിന്നെ ഇവ കാര്യങ്ങളൊക്കെ കാലങ്ങളായിട്ട് ബേസ് മീഡിയ ആണ് നമുക്ക് ഇതൊക്കെ സജ്ജമാക്കി തരുന്നത്. അത് ബാബു ഇവിടെയുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാ സഹകരണമാണ്, സംരംഭകരുടെ സഹകരണമാണ് ഇതിൻ്റെ പ്രധാനം. അവരുടെയൊക്കെ കൂട്ടായ്മയിലൂടെ പരിപാടി ഗംഭീരമാവും. എല്ലാവരും ഞങ്ങൾ ഹൃദ്യമായി നാളത്തെ പരിപാടിക്ക്
സ്വാഗതം ചെയ്യുകയാണ്. ചെയർമാൻ എന്നുള്ള നിലയിൽ ജോൺസന്റെ ഒരു കഴിഞ്ഞ 18 വർഷത്തിന്റെ എക്സ്പീരിയൻസ്. കഴിഞ്ഞ 18 വർഷം നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഓരോ വർഷം ചെല്ലുന്തോറും തുടക്കം തൊട്ട് തന്നെ നമ്മൾ ആദ്യം ആരംഭിച്ചപ്പോൾ അവിടെ ആണ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഓരോ വർഷവും നമ്മളത് ഒന്നിനൊന്ന് മെച്ചപ്പെടുന്ന രീതിയിൽ നമുക്ക് ഓരോ വർഷം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്ന രീതിയിലൊരു അത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഈ വർഷമുള്ളതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തരത്തിലായിരിക്കും അടുത്ത വർഷം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിതുവരെ ഈ 18 വർഷവും നമ്മൾ കഴിഞ്ഞു പോയത്. കൊറോണയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെ വരിക്കാർക്ക് തന്നെ നോക്കിയാൽ അവർക്കൊക്കെ സുപരിചിതമാണ് CCTVയുടെ വിദ്യാഭ്യാസ പുരസ്കാരം എന്നുള്ളത്. ആ ഒരു ചടങ്ങ് പ്രൗഢഗംഭീരമാണെന്നുള്ളത് എല്ലാ നമ്മുടെ വരിക്കാർക്കും സുപരിചിതമാണ്. ആർക്കും ആരോടും ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളിങ്ങനെയാണ് പരിപാടി എന്നുള്ളതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അവരെല്ലാവരും സ്റ്റഡീഡാണ്. ഇന്നിപ്പോൾ പല വീടുകളിലേക്കും നമ്മൾ ഇൻവിറ്റേഷനൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ പോലും അവരൊക്കെ വരുന്ന ആളുകൾ, പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, കളക്ടർ വരുന്നില്ലേ, അതുപോലെ ഇപ്പോൾ മിനിസ്റ്റർ വരുന്നില്ലേ, അതുപോലെ അതിന് വരുന്ന ഇവരുടെയൊക്കെ നമ്മളിവിടുന്ന് അനൗൺസ് ചെയ്തതിനേക്കാൾ കൂടുതൽ അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ട്. ജനങ്ങളിത് നെഞ്ചോടെ എറ്റി അവർ നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് നമുക്കൊക്കെ ഉള്ളൊരു അനുഭവം. തീർച്ചയായും ടോണി, മറ്റേ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും പറഞ്ഞത് CCTVയുടെ വിദ്യാഭ്യാസ പുരസ്കാരം എന്ന് പറഞ്ഞാൽ അത് വാങ്ങുന്നത് കുട്ടികൾക്ക് തികച്ചും അഭിമാനകരമായ ഒരു കാര്യം കൂടിയാണ്. ഒപ്പം തന്നെ നമുക്കൊപ്പം ഈ നമ്മുടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനപ്പുറം നീണ്ട 3 പതിറ്റാണ്ടിനോടെടുക്കുന്ന നമ്മുടെ യാത്രയിൽ നമുക്ക് കരുത്തായി നിന്ന വരിക്കാർക്ക് അവർക്ക് ഒരു സഹായം അല്ലെങ്കിൽ അവരെ കൈപ്പിടിച്ചുയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ വിദ്യാഭ്യാസ പുരസ്കാരം നമ്മൾ നൽകി വരുന്നത്. അത് CCTVയുടെ ജനകീയതയുടെ ഒരു മുഖമുദ്രയായി ഈ പുരസ്കാരം മാറിയിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഈ വേദിയിൽ കുട്ടികൾ പുരസ്കാരം വാങ്ങുന്നതിന് വേണ്ടി എത്തും. പ്രൗഢഗംഭീരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കുന്നംകുളത്തിൻ്റെ നഗരത്തിലെ മുഴുവൻ ജനാവലിയും എത്തിച്ചേരും. ഇത് CCTVയും TCVയിലൂടെയും തത്സമയം ഇതിൻ്റെ സംപ്രേഷണമുണ്ടായിരിക്കും. മുഴുവൻ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും മറ്റ് അഭ്യുദയകാംക്ഷികളെയും എല്ലാം തന്നെ ഈ ചടങ്ങിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ടോണി. CCTVയുടെ 18ാമത് വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. അവസാനഘട്ട ഒരുക്കങ്ങളുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഉദ്ഘാടന വേദിയായ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരുക്കങ്ങളുടെ അന്തിമ വിശകലനമാണ് ജോസ് മാളിയേക്കൽ നൽകിയത്. ഒപ്പം തന്നെ മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ചെയർമാൻ KC ജോൺസൺ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ 17 വർഷം CCTV നടത്തിയ വിദ്യാഭ്യാസ പുരസ്കാരം അതെങ്ങനെ ജനം ഏറ്റെടുത്തു എന്നതിൻ്റെ രത്നചുരുക്കമാണ് പ്രേക്ഷകർക്ക് നൽകിയത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. നടപടികൾ കൃത്യമായി 12 മണിക്ക് ആരംഭിക്കും. തുടർന്ന് 1 മണിയോടുകൂടി ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇന്റർനാഷണൽ ട്രെയിനറും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാകും. പിന്നീട് വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയാണ് ക്യാഷ് അവാർഡും പുരസ്കാരവും നൽകി ആദരിക്കുന്നത്. മികച്ച പഠന നിലവാരം പുലർത്തിയ അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും ഞങ്ങൾ നാളെ നൽകുന്നുണ്ട്. പുരസ്കാര ജേതാക്കളായ കുട്ടികൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ കൃത്യം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൻ്റെ ഇരുവശങ്ങളിലും തയ്യാറാക്കിയ രജിസ്ട്രേഷൻ കൗണ്ടറുകളിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്കായി സജ്ജമാക്കിയ ഇരിപ്പിടത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങാം. 1 മണിയോടുകൂടി കരിയർ ഗൈഡൻസ് ക്ലാസ് ആരംഭിക്കും. കൃത്യസമയത്ത് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കുന്നംകുളം ബദനിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി ജോസ് മാളിയേക്കലാണ്. മറ്റു വാർത്തകൾ. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ കലാകിരീടത്തിനായി കടുത്ത മത്സരം. ഏറ്റവും ഒടുവിലായി വിവരം ലഭിക്കുമ്പോൾ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജാണ് ഒന്നാം സ്ഥാനത്ത്. 127 പോയിന്റാണ് കൊട്ടിയം പോളിടെക്നിക് സ്വന്തമാക്കിയത്. 105 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് രണ്ടാമതും 97 പോയിന്റുമായി പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മൂന്നാം സ്ഥാനത്തുമാണ്. മൂന്നാം ദിനമായ ഇന്ന് ഗ്ലാമർ ഇനങ്ങളായ മൂകാഭിനയം, സംഘനൃത്തം, നാടൻപാട്ട്, തിരുവാതിര ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടന്നു. കുന്നംകുളം കീഴൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് നടക്കുന്ന ഇന്റർപോളി കലോത്സവം ശനിയാഴ്ച സമാപിക്കും. ഇന്റർപോളി കലോത്സവം 3ാം ദിവസത്തിൽ മത്സരങ്ങൾ നടന്നത് നിറഞ്ഞ സദസ്സിൽ. വിവിധ വേദികളിലായി നടന്ന മൂകാഭിനയം, തിരുവാതിര, നാടൻപാട്ട് മത്സരങ്ങൾ മികച്ച ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. രാവിലെ മുതൽ മഴയുടെ വരവറിയിച്ച് കാർമേഘം മൂടി നിന്നിരുന്നെങ്കിലും മഴ കനക്കാത്തത് മത്സരാർത്ഥികൾക്കും കാണികൾക്കും അനുഗ്രഹമായി. അന്തരീക്ഷം അല്പം തണുത്തിരുന്നെങ്കിലും
മത്സരച്ചൂടിന് ഒരു കുറവും ഉണ്ടായില്ല. വേദിയൊന്ന് ഗാസയിൽ നടന്ന നാടൻപാട്ട് മത്സരത്തിൽ 22 ടീമുകൾ പങ്കെടുത്തു. പല ദേശങ്ങളുടെയും സമുദായങ്ങളുടെയും സംസ്കാരത്തിന്റെ ഭാഗമായ വിവിധതരം നാടൻപാട്ടുകളാണ് അവതരിപ്പിക്കപ്പെട്ടത്. തിരണ്ടു കല്യാണപ്പാട്ട്, മുടിയാട്ടുപാട്ട്, ഇടനാടൻ പാട്ട്, വട്ടമുടിപ്പാട്ട്, തുയിൽ ഉണർത്തുപാട്ട്, മാപ്പിള രാമായണം തുടങ്ങി നാടൻപാട്ടിന്റെ വകഭേദങ്ങൾ സദസ്സിനെ ആവേശം കൊള്ളിച്ചു. ചെണ്ട, കരു, മരം, തുടി, വടിച്ചിലമ്പ്, ദഫ്, പാണി, വില്ല് തുടങ്ങി വിവിധ പരമ്പരാഗത വാദ്യോപകരണങ്ങൾ പാട്ടിന്റെ താളത്തിന് മാറ്റേകി. കലോത്സവ വേദികളിലെ ഗ്ലാമർ ഐറ്റങ്ങളിലൊന്നായ മൂകാഭിനയത്തിനാണ് ഏറ്റവും കൂടുതൽ ടീമുകൾ രജിസ്റ്റർ ചെയ്തത്. 35 ടീമുകൾ പങ്കെടുത്ത മൂകാഭിനയ മത്സരത്തിൽ സ്വാതന്ത്ര്യം, സ്ത്രീ ശാക്തീകരണം, മൊബൈൽ ഫോണിന്റെ അമിതോപയോഗം, യുദ്ധം, തെരുവുനായ ശല്യം തുടങ്ങി വേറിട്ട വിഷയങ്ങൾ പ്രമേയമായി. തിരുവാതിരക്കളി നടന്ന കോളേജ് ഓഡിറ്റോറിയത്തിലെ വേദി 2-ലും കസേരകളെല്ലാം കാണികളാൽ നിറഞ്ഞു. 26 ടീമുകൾ തിരുവാതിരയിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം നടന്ന കോൽക്കളി, ദഫ്മുട്ട് മത്സരങ്ങളിൽ പങ്കാളിത്തം കുറവായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ തുടങ്ങിയ മത്സരങ്ങൾ ഉച്ചയ്ക്ക് ശേഷവും തുടർന്നു. ബുധനാഴ്ച ആരംഭിച്ച സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് ശനിയാഴ്ചയാണ് സമാപനമാവുക. ടീം CCTV. മറ്റു വാർത്തകൾ. പുന്നൂർക്കുളത്ത് ദേശീയപാതയോരത്തെ സർവീസ് റോഡിൽ അലക്ഷ്യമായി കൂട്ടിയിട്ട മെറ്റൽ കൂനയിൽ സ്കൂട്ടർ ഇടിച്ചു കയറി ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പൊന്നാനി സ്വദേശി മരിച്ചു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകും. പൊന്നാനി വണ്ടിപ്പേട്ട പൊതുവീട്ടിൽ കോയയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. ബുധനാഴ്ച രാത്രി അണ്ടത്തോട് നൂറുദ്ദീൻ മദ്രസയ്ക്ക് സമീപമായിരുന്നു അപകടം. KKB പച്ചക്കറിക്കടയിലെ കളക്ഷൻ ഏജന്റായ കോയ ജോലിയുമായി ബന്ധപ്പെട്ട യാത്രയിൽ ചാവക്കാട് ഭാഗത്തുനിന്ന് പൊന്നാനിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സർവീസ് റോഡിൽ യാത്രക്കാർക്ക് യാതൊരു സുരക്ഷയും ഇല്ലാതെ മെറ്റൽ കൂട്ടിയിട്ടിരുന്നു. ഇതിൽ ഇടിച്ചുകയറിയാണ് അപകടം സംഭവിച്ചത്. രാത്രി സമയങ്ങളിൽ ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക് മെറ്റൽ കൂന ശ്രദ്ധയിൽപ്പെടാറില്ല. മാത്രവുമല്ല, ഇവിടെ മെറ്റലുകൾ ചിതറിക്കിടക്കുന്നതുമൂലം ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കുപറ്റിയ കോയയെ കമലാസുരയ്യ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ദയ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. ഇവിടെ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച കാലത്ത് 6 മണിക്കാണ് മരണം സംഭവിച്ചത്. വടക്കേകാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ജനരോഷം ശക്തമായതോടെ രാത്രിയിൽ തന്നെ ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മെറ്റൽ കൂനകൾ റോഡരികിലെ ഓവുചാലിൽ പരത്തുകയാണ് ഉണ്ടായത്. ദേശീയപാത നിർമ്മാണ കമ്പനിക്കാരുടെ അനാസ്ഥയ്ക്കെതിരെ SDPI പൊന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് യഹിയമ്മ നലങ്ങുന്ന് വടക്കേകാട് പോലീസിൽ പരാതി നൽകി. CCTV ന്യൂസ് പൊന്നൂർക്കുളം. ബൈക്കിന് കുറുകെ നായ ചാടി ഉണ്ടായ അപകടത്തിൽ പഞ്ചായത്ത് അംഗത്തിനും ഭാര്യയ്ക്കും പരിക്കേറ്റു. കാട്ടകമ്പാൽ പഞ്ചായത്ത് അംഗം ചിറക്കൽ മേനോത്ത് അബ്ദുൾ റഷീദ്, ഭാര്യ ഷാജിദ എന്നിവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ പഴഞ്ഞി വൺവേ കുരിശുപള്ളിക്ക് സമീപത്ത് വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റവരെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തലയ്ക്ക് പരിക്കുള്ളതിനാൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം അബ്ദുൾ റഷീദിനെ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഫൈബർ വള്ളം ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു. വള്ളത്തിന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വകുപ്പ് പിഴ ചുമത്തി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഹാർബറിലെ വിവിധ ട്രേഡ് യൂണിയൻ തൊഴിലാളികളും നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഹാർബറിലും അഴിമുഖത്തും നടത്തിയ പരിശോധനയിലാണ് വള്ളം പിടിച്ചെടുത്തത്. കേന്ദ്ര സംസ്ഥാന മൺസൂൺ കാല മത്സ്യബന്ധന നിയമങ്ങൾ ലംഘിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ കുളച്ചൽ വില്ലേജിൽ വള്ളവിള സ്വദേശി സഹായ ലിബിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ലിറാജോ ഫൈബർ വഞ്ചിയാണ് പിടിച്ചെടുത്തത്. പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു.
തൃശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള തീരക്കടലിലും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരുന്നതിനിടെയാണ് തമിഴ്നാട് കന്യാകുമാരി ഭാഗത്തു നിന്ന് വന്ന ഫൈബർ വഞ്ചി ചേറ്റുവയിൽ പിടിച്ചെടുത്തത്. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം 1980 പ്രകാരം മത്സ്യബന്ധന നിരോധന നിയമങ്ങൾ ലംഘിച്ചതിനും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഇല്ലാത്തതിനും സ്രാങ്കിന് നിയമാനുസൃതം ലൈസൻസ് ഇല്ലാത്തതിനും കേസെടുത്ത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു. പ്രത്യേക പരിശോധനാ സംഘത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ VM ഷൈബു, ഷിനിൽ കുമാർ, പ്രശാന്ത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. സീ റെസ്ക്യൂ ഗാർഡ്മാരായ പ്രമോദ്, ഷഫീഖ്, സ്രാങ്ക് റസാഖ്, എഞ്ചിൻ ഡ്രൈവർ റഷീദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ട്രോളിംഗ് നിരോധന സമയത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ, വഞ്ചികൾ, വള്ളങ്ങൾ എന്നിവ ജില്ലയുടെ തീരത്ത് മീൻ പിടിക്കാനോ മീൻ ഇറക്കാനോ പാടില്ല എന്ന നിയമം പാലിക്കാത്തതിനാണ് ഫിഷറീസ് വകുപ്പ് നിയമ നടപടികൾ എടുത്തത്. പിടിച്ചെടുത്ത ഫൈബർ വഞ്ചിയിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 9,700 രൂപ ട്രഷറിയിൽ ഒടുക്കി. നിയമലംഘനം നടത്തിയതിന് വഞ്ചി ഉടമയ്ക്കെതിരെ തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. കടപ്പുറം കറുകമാട് തെരുവുനായുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു. കടപ്പുറം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റംല അഷ്റഫിന്റെ വീട്ടിലെ ആടുകളെയാണ് തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നത്. പുലർച്ചെ ബഹളം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. മേഖലയിൽ നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരിൽ വീട്ടുമുറ്റത്തെ കിണറിൽ നിന്ന് ശബ്ദമുയരുന്നത് ആശങ്കയ്ക്കിടയാക്കി. ഇരിങ്ങപ്പുറം കാറയിൽ രാജന്റെ ഉടമസ്ഥതയിലുള്ള കിണറിൽ നിന്നാണ് വലിയ ശബ്ദം ഉയർന്നിരുന്നത്. ഇതോടൊപ്പം വലിയ തോതിൽ വെള്ളം പൊങ്ങുകയും കിണറിലെ വശം ഇടിഞ്ഞു താഴുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അനുഭവപ്പെട്ട ഭൂമി കുലുക്കത്തിന് ശേഷമാണ് ഇത്തരമൊരു പ്രതിഭാസം അനുഭവപ്പെട്ടതെന്ന് രാജൻ പറഞ്ഞു. 22 വർഷം പഴക്കമുള്ള കിണറിൽ ഇതുവരെ അസ്വാഭാവികമായി ഒന്നും കണ്ടിരുന്നില്ല. വെള്ളത്തോടൊപ്പം ചെളിയും പൊങ്ങി വന്നതിനാൽ വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. രോഗികൾക്കാവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുക, ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, ആശുപത്രിയിലെ കെട്ടിടങ്ങളുടെ ചോർച്ചയ്ക്ക് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP ബാബു അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് AK മൊയ്തുണ്ണി, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മന്നലാങ്കുന്ന് മുഹമ്മദ് ഉണ്ണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബു താഹിർ, KH ആബിദ്, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് NR ഗഫൂർ, P രാജൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റഹീസ്, ഹുസൈൻ വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അണ്ടത്തോട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ചിനെ V മായിൻകുട്ടി, സലീൽ അറക്കൽ, അബു മാലിക്കുളം, അഷ്കർ അറക്കൽ, CM ഗഫൂർ, TM ഇല്യാസ്, ബക്കർ, ലിയാക്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ UDF നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സ്വകാര്യ ആശുപത്രികൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ. ഇവർ പ്രതിഷേധ മാർച്ചിലൂടെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വാസ്തവവിരുദ്ധമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ദിവസേന നിരവധി രോഗികളിലെത്തുന്ന നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തെ മോശമായി ചിത്രീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് UDFന്റെ ശ്രമമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം കഴിഞ്ഞ 3-4 വർഷങ്ങളിലായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതാണ്. ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സാ സൗകര്യം അവിടെ ലഭ്യമാണ്. തികച്ചും രാഷ്ട്രീയമായി ആ ഒരു പ്രവർത്തനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ സൗകര്യമില്ല, അതല്ലെങ്കിൽ അവിടെ വേണ്ടത്ര ആളുകളില്ല, അവിടെ കെട്ടിടം ചോർന്നൊലിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. SSLC പരീക്ഷാഫലം വന്നതോടെ ഇരുമ്പപ്പെട്ടി സർക്കാർ സ്കൂളിന് ചരിത്ര വിജയം. റഷീദ് ഇരുമ്പപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ ആദ്യമായി 100% വിജയം കൈവരിച്ച് ചരിത്രം കുറിച്ചു. 2023-2024 അധ്യയന വർഷത്തിൽ ആകെ 589 പേരാണ് പരീക്ഷ എഴുതിയത്. ആദ്യ ഫലപ്രഖ്യാപനത്തിൽ 11 പേർ പരാജയപ്പെട്ട് 98.13% വിജയം കൈവരിച്ചിരുന്നു. തുടർന്ന് 11 പേരും പരീക്ഷ എഴുതി വിജയിച്ചാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. 50 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ഉം 20 പേർ 9 A+ഉം സ്വന്തമാക്കി മിന്നും വിജയമാണ് വിദ്യാലയം നേടിയെടുത്തത്.
ചരിത്ര വിജയത്തെ തുടർന്ന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. എരുമപ്പെട്ടി സ്കൂളിൽ നിന്നും ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി സെൻട്രലിൽ സമാപിച്ചു. വാർഡ് മെമ്പർ MK ജോസ്, മുൻ പ്രധാനാധ്യാപകൻ KP വാസുദേവൻ, പ്രധാനാധ്യാപിക ബീന C ജേക്കബ്, PTA പ്രസിഡന്റ് ഹേമ ശശികുമാർ, MPTA പ്രസിഡന്റ് ഷീബ രാജേഷ്, സ്റ്റാഫ് സെക്രട്ടറി KH റജീന, OSA സെക്രട്ടറി KA ഫരീദ് അലി എന്നിവർ നേതൃത്വം നൽകി. പഠനത്തിൽ മാത്രമല്ല കല കായിക മികവിലും ഏറെ പ്രസിദ്ധമാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സംസ്ഥാന ദേശീയ തലങ്ങളിൽ നിരവധി കായിക താരങ്ങളെ വാർത്തെടുത്തിട്ടുള്ള സ്കൂൾ സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിലും നിരവധി കലാപ്രതിഭകൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. CCTV ന്യൂസ് എരുമപ്പെട്ടി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജൂലൈ 1 മുതൽ VIP ദർശനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നിയന്ത്രണം. ഭക്തജന തിരക്ക് കൂടിയ സാഹചര്യത്തിൽ ദർശനത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തർക്കും സുഖദർശനം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം. ചോറൂൺ വഴിപാട് കഴിഞ്ഞ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ദർശനവും ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാടുകാർക്കുള്ള ദർശനത്തിനും നിയന്ത്രണം ബാധകമല്ല. പൊതു അവധി ദിവസങ്ങളായ ജൂലൈ 13 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കുവാൻ ക്ഷേത്രം ഉച്ചതിരിഞ്ഞ് 3:30 തുറക്കുവാനും ഭരണസമിതി തീരുമാനിച്ചു. യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ഭരണസമിതി അംഗങ്ങളായ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ സംബന്ധിച്ചു. മാധ്യമ കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന റസാഖ് കേച്ചേരിയെ അനുസ്മരിച്ച് സുഹൃത്ത് സംഘം. കഴിഞ്ഞ ദിവസം അന്തരിച്ച ദീപിക, രാഷ്ട്രദീപിക പ്രാദേശിക ലേഖകനായിരുന്ന റസാഖ് കേച്ചേരിയുടെ ഓർമ്മകൾ പങ്കുവച്ചും ആകസ്മികമായ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയുമാണ് സുഹൃത്ത് സംഘം ഒത്തുചേർന്നത്. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂൾ അങ്കണത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. കെൽ ചെയർമാൻ PK രാജൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CC ശ്രീകുമാർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, ഗ്രാമപഞ്ചായത്ത് അംഗം VP ലീല, നന്മ സംസ്ഥാന സെക്രട്ടറി രവി കേച്ചേരി, കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചുണ്ടൽ, കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വേണുഗോപാൽ, സാംസ്കാരിക പ്രവർത്തകൻ P കൃഷ്ണനുണ്ണി, സ്നേഹഭവൻ കൺവീനർ ജീസൺ ചുണ്ടൽ തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരിയിലെ കലാസാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന റസാഖ് കേച്ചേരി വ്യാഴാഴ്ച വൈകിട്ട് 6:30 ആളൂർ വെട്ടുകാടുള്ള വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ പട്ടിക്കര പറപ്പൂർത്തടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. CCTV ന്യൂസ് കേച്ചേരി. വടക്കേക്കാട് ഗുരുവായൂർ മേഖലയിൽ വീടുകൾ കേന്ദ്രീകരിച്ച് നിരവധി മോഷണം നടത്തി 8 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നത്തൂർ 41 വയസ്സുള്ള മഹേഷിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2016 തൈക്കാടുള്ള ഒരു വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിന് ജാമ്യമെടുത്ത് മുങ്ങിയ പ്രതി കേരളത്തിനകത്തും പുറത്തുമായി 8 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു. ഗുരുവായൂരിലെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പിടിയിലാകുന്നത്. വടക്കേക്കാട് SHO ബിനു ആറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു. സീനിയർ CPO ശശിധരൻ, CPO നിബു, നെപ്പോളിയൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നവീകരിച്ച ഗുരുവായൂർ ക്ഷേത്രം ആധ്യാത്മിക ഹാൾ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷം നടന്ന ചടങ്ങിലായിരുന്നു സമർപ്പണം. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നാട മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ചുമർചിത്രങ്ങളുടെ നേത്രോന്മീലനവും അദ്ദേഹം നിർവഹിച്ചു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, നവീകരണം വഴിപാടായി സമർപ്പിച്ച ബാംഗ്ലൂരു മല്ലേശ്വരം സപ്താഹ മണ്ഡലയുടെ ഭാരവാഹി ശ്രീരംഗനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് തിരുവളയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 2006-2007 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സൗഹൃദോത്സവം 2024 എന്ന പേരിൽ നടത്തിയ ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികൾ കുടുംബസമേതം പങ്കെടുത്തു. പ്രധാനാധ്യാപിക ജിഷ ടീച്ചർ, മുതിർന്ന അധ്യാപകരായ ഷെഫീഖ് മാസ്റ്റർ, ഷീല ടീച്ചർ, മജീദ് മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ നൌഫൽ, ആഷിഖ്, ഷെറീഫ്, ഫൈസൽ എന്നിവർ സംസാരിച്ചു. വിമിത, ഹഫ്സ, ലുബ്ന, റിമിത എന്നിവർ നേതൃത്വം നൽകി. ചെറുപ്രായത്തിൽ തന്നെ യോഗ ജീവിതചര്യയാക്കി മാറ്റിയ വിദ്യാർത്ഥിയാണ് CV അർജുൻ. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ അർജുൻ ദേശീയ അന്തർദേശീയ യോഗ മത്സരങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ്. എരുമപ്പെട്ടി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
വടക്കാഞ്ചേരി കുമ്പളേങ്ങാട് തെക്കേക്കര ചാഴിക്കുളം വീട്ടിൽ വിജയന്റെയും സുനിതയുടെയും മകനാണ് അർജുൻ. 7 വയസ്സു മുതലാണ് അർജുൻ യോഗ അഭ്യസിച്ചു തുടങ്ങിയത്. കളരിയാശാനായ പിതാവിന്റെ കീഴിൽ കളരി അഭ്യസിച്ചിരുന്ന അർജുൻ കുണ്ടന്നൂർ മദർ ഓഫ് ഡിവൈൻ ലവ് സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് യോഗയിലേക്ക് തിരിഞ്ഞത്. സ്കൂൾ അധ്യാപിക ഷീബ ബെന്നിയാണ് യോഗയിലെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ചത്. സ്പോർട്സ് യോഗയാണ് ഇപ്പോൾ പരിശീലിക്കുന്നത്. അയ്യന്തോൾ സ്കൂൾ ഓഫ് യോഗയിലെ അധ്യാപകനായ ബെന്നി കൊള്ളന്നൂരാണ് ഇപ്പോൾ പരിശീലനം നൽകുന്നത്. ചെറുപ്പം മുതലേ അച്ഛൻ്റെ കൂടെ കളരിക്ക് പോയിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ യോഗ ഉണ്ടായിരുന്നു 2ാം ക്ലാസ് മുതൽ. അപ്പോൾ 2nd സ്റ്റാൻഡേർഡിൽ അവിടെ ഷീബ മിസ് ക്ലാസ് എടുത്തിരുന്നു. അപ്പം അങ്ങനെ ആ യോഗയിലേക്ക് കടന്നു വന്നു. പിന്നെ അവിടെ നിന്ന് എന്താ പറയുക, മത്സരങ്ങളുണ്ടായി, ചെറിയൊരു മത്സരം ഉണ്ടായി. മത്സരത്തിന് സെലക്ട് ചെയ്തിട്ട് തൃശ്ശൂർ അയ്യന്തോളുള്ള സ്കൂൾ ഓഫ് യോഗയിലേക്ക് എന്നെ സെലക്ട് ചെയ്തു. അവിടെ ഇപ്പോൾ ബെന്നി സാറിൻ്റെ അണ്ടറിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു യോഗ. മത്സരങ്ങൾ സ്കൂൾ ഗെയിംസിൻ്റെ നാഷണലിൽ 2 തവണ പോയിട്ടുണ്ട്. ഒരു തവണ 7th പൊസിഷൻ കിട്ടി. അതുപോലെ തന്നെ NCERTയുടെ നാഷണൽ കോമ്പറ്റീഷനിൽ 3 തവണ പങ്കെടുത്തു. ഫെഡറേഷൻ്റെ നാഷണൽ തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പഞ്ചാബിൽ നടന്ന യോഗ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. ഞാൻ ചെയ്യുന്നത് സ്പോർട്സ് യോഗയാണ്. കോമ്പറ്റീഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് യോഗയാണ്. ഇതും നല്ലതാണ്. കോമ്പറ്റീഷൻസിനൊക്കെ ഇങ്ങനത്തെ യോഗ ചെയ്യും. എട്ട് വയസ്സ് മുതൽ മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയ അർജുൻ 2018 ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഈ വർഷം തന്നെ ശ്രീലങ്കയിൽ നടന്ന ഇന്റർനാഷണൽ മത്സരത്തിൽ വെള്ളി മെഡൽ ലഭിച്ചതും വലിയ നേട്ടമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ 2019 മുതൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുവാൻ ആരംഭിച്ചു. 3 വർഷം സംസ്ഥാന തലത്തിൽ തുടർച്ചയായി സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ അർജുൻ പഠനത്തിലും മിടുക്കനാണെന്ന് തെളിയിച്ചു. ടെലിവിഷൻ ചാനലുകളുടെ പ്രോഗ്രാമുകളിലൂടെ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ള അർജുൻ നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന യോഗ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അർജുൻ. CCTV ന്യൂസ് എരുമപ്പെട്ടി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്ലോക്ക് റൂം നടത്തിപ്പ് ലേലത്തിൽ പോയത് റെക്കോർഡ് തുകയ്ക്ക്. മാള സ്വദേശി അഭിലാഷാണ് 1,50,55,555 രൂപയ്ക്ക് ക്ലോക്ക് റൂം നടത്തിപ്പ് ലേലത്തിൽ പിടിച്ചത്. ഇതിനു പുറമെ ഈ തുകയുടെ 18% GST കൂടി അടയ്ക്കണം. ഇത് ഏകദേശം 28 ലക്ഷം രൂപയോളം വരും. 3 വർഷത്തേക്കാണ് ടെൻഡർ ചെയ്തത്. അടുത്ത ഓരോ വർഷം ഈ തുകയുടെ 5% വീതം തുക കൂടുതൽ നൽകണം. ഒരു ജോഡി ചെരുപ്പിന് 2 രൂപയും സ്മാർട്ട് ഫോണിന് 10 രൂപയും സാധാരണ ഫോണിന് 5 രൂപയും ബാഗിന് 10 രൂപയും ലേഡീസ് ഹാൻഡ് ബാഗിന് 5 രൂപയുമാണ് ദേവസ്വം നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഗുരുവായൂരിലെ ലോഡ്ജ് വ്യവസായത്തെ തകർക്കുന്ന ഗതാഗത പരിഷ്കരണം പുനഃക്രമീകരിച്ചില്ലെങ്കിൽ ലോഡ്ജുകൾ അടച്ചിടുന്നതടക്കമുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി 2 വർഷത്തേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കരണത്തിൽ ലോഡ്ജ് അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഭക്തർക്ക് ലോഡ്ജുകളിലേക്ക് എത്താൻ കഴിയുന്നില്ല. മേൽപ്പാലം ഇറങ്ങി ഗുരുവായൂരിലേക്ക് വരുന്ന കാറുകൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളെ മഞ്ജുലാൽ വഴി ക്ഷേത്രനടയിലേക്ക് വിടണം. ഇപ്പോഴത്തെ പരിഷ്കാരം പുനഃക്രമീകരിച്ചില്ലെങ്കിൽ 2 മാസം കഴിഞ്ഞു വരുന്ന ശബരിമല സീസണിൽ ഗതാഗത കുരുക്ക് കൊണ്ട് നഗരം പൊറുതിമുട്ടും. ഇപ്പോഴത്തെ താൽക്കാലിക ബസ് സ്റ്റാൻഡ് മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രത്തിൽ നിന്ന് നഗരസഭയുടെ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ ഗ്രൗണ്ടിലേക്ക് മാറ്റണം.
ടൗൺ ഹാളിന് സമീപത്തെ നഗരസഭയുടെ സ്ഥലം വൃത്തിയാക്കി ടൂറിസ്റ്റ് ബസ് പാർക്കിംഗ് കേന്ദ്രമാക്കണം. തിരക്കുള്ള ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ സ്കൂൾ മൈതാനവും ടൂറിസ്റ്റ് ബസ്സുകളുടെ പാർക്കിങ്ങിനായി ഉപയോഗപ്പെടുത്തണം. ഇന്നർ റിംഗ് റോഡിൽ പാർക്കിംഗ് നിരോധിക്കണം. ക്ഷേത്രനഗരിയിലെ ഫ്ളാറ്റുകൾ അനധികൃതമായി ദിവസവാടകയ്ക്ക് നൽകുന്നതും ലോഡ്ജ് വ്യവസായത്തെ തകർക്കുകയാണ്. 170ഓളം സ്വകാര്യ ലോഡ്ജുകളുള്ള ഗുരുവായൂരിൽ അത്ര തന്നെ ഫ്ളാറ്റ് സമുച്ചയങ്ങളുമുണ്ട്. ലോഡ്ജുകൾ സർക്കാർ നിയമങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുമ്പോൾ ഫ്ളാറ്റുകൾ GST, വസ്തുനികുതി, വൈദ്യുതി, വെള്ളക്കരം എന്നിവയിൽ സർക്കാരിന് നഷ്ടം വരുത്തുകയാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അടുത്ത ദിവസം നഗരസഭയിൽ നിവേദനം നൽകും. നഗരസഭ അലംഭാവം തുടരുകയാണെങ്കിൽ ഗുരുവായൂരിലെ മുഴുവൻ സംഘടനകളെയും ഒരുമിച്ച് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒരു പകുതി കണ്ട് ലോഡ്ജുകൾ ഇപ്പൊ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിൽക്കുവാനോ അല്ലെങ്കിൽ മേൽവാടകയ്ക്ക് കൊടുത്തിരിക്കുക എന്നുവെച്ചാൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവരുടെ മുതലാളിമാർക്ക് നടത്തി അതിനുള്ള സാമർത്ഥ്യം. ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് GK പ്രകാശൻ, സെക്രട്ടറി മോഹനകൃഷ്ണൻ ഓടത്ത്, VV ബാബു, MG ജയപാലൻ, PV രവീന്ദ്രൻ, RV മുഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ രൂപീകരണം മുതൽ ദീർഘകാലം നേതൃത്വ പദവികളിൽ പ്രവർത്തിച്ച KV രഘുനാഥൻ മാസ്റ്ററിന്റെ സ്മരണാർത്ഥം വേലൂരിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഗ്രാമകം കൾച്ചറൽ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി അധ്യക്ഷത വഹിച്ചു. KV രഘുനാഥൻ മാസ്റ്റർ വേലൂർ സ്വദേശിയാണെങ്കിലും ദീർഘകാലം കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. പരിഷത്തിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. കണ്ണൂർ ജില്ലയിൽ പരിഷത്തിന് വേരോട്ടമുണ്ടാക്കിയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായി പങ്കുവഹിച്ച വ്യക്തികളിലെ ഒരാളാണ് അദ്ദേഹം. അനുസ്മരണ യോഗത്തിൽ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, പ്രൊഫസർ KR ജനാർദ്ദനൻ, AP സരസ്വതി, അഡ്വക്കേറ്റ് TV രാജു, PK രാജൻ മാസ്റ്റർ, AP ശങ്കരനാരായണൻ, V മനോജ് കുമാർ, രഘുനാഥൻ മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. 3 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കടവല്ലൂർ മുക്കൂട്ട റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾ കൂടിച്ചേരുന്ന ചാലിശ്ശേരി മുക്കൂട്ടയിലേക്കുള്ള കടവല്ലൂർ വടക്കുമുറി റോഡാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ സാധ്യമല്ലാത്ത വിധം തകർന്നത്. ജലജീവൻ പദ്ധതിക്കു വേണ്ടി കുഴിച്ച റോഡിൽ മെറ്റൽ കൊണ്ടുവന്നിട്ടതിനു ശേഷം പണി പൂർത്തിയാക്കാത്തതാണ് ദുരിതം വർദ്ധിപ്പിക്കുന്നത്. മെറ്റൽ റോഡിൽ പരുന്നതുമൂലം ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീഴുന്നത് പതിവാകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മെറ്റൽ നിരത്തി കരാറുകാർ സ്ഥലം വിട്ടതാണ് പണി പാതി വഴിയിൽ നിലയ്ക്കാൻ കാരണം. മഴ പെയ്തതോടെ റോഡരികിൽ പലയിടത്തും കാനയില്ലാത്തതും മഴവെള്ളം റോഡിലെ കുഴികളിൽ കെട്ടിനിൽക്കുന്നതുമാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. കടവല്ലൂർ ഹൈസ്കൂളിലേക്കും ചാലിശ്ശേരി സ്കൂളിലേക്കും നിരവധി വിദ്യാർത്ഥികളാണ് ഇതുവഴി കടന്നുപോകുന്നത്. 3 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വടക്കുമുറി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് റീടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പഞ്ചായത്ത് ഓഫീസിലെത്തിയ അതിഥിയെ കണ്ട് ജീവനക്കാർ പേടിച്ചോടി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വെള്ളിയാഴ്ച രാവിലെയാണ് ജീവനക്കാർ ഭയന്ന് വിറച്ച് അതിഥി എത്തിയത്. പഞ്ചായത്ത് ഓഫീസിന്റെ മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഓഫീസിൽ രാവിലെ 10 മണിക്കാണ് അപ്രതീക്ഷിത അതിഥി എത്തിയത്. ഏകദേശം 5.5 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പാണ് പഞ്ചായത്ത് ഓഫീസിൽ അവലാതി ബോധിപ്പിക്കാനായി എത്തിയത്. കുടുംബശ്രീ വിഭാഗത്തിലെ ജീവനക്കാർ മുറിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് പുറത്തേക്ക് ഓടി മാറി. പഞ്ചായത്ത് അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കണ്ടാണശ്ശേരി സ്വദേശിയായ കണ്ണൻ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി ചാക്കിലാക്കി മടങ്ങിയതോടുകൂടിയാണ് ജീവനക്കാർക്ക് ആശ്വാസമായത്. പാമ്പിനെ പിന്നീട് വനംവകുപ്പിന് കൈമാറി. ഹൃദയാഘാതത്തെ തുടർന്ന് കുന്നംകുളം ഭാരത് ഹോട്ടലിലെ ജീവനക്കാരൻ മരിച്ചു. ചൂണ്ടൽ പലക്കാട്ട് പയ്യൂർ സ്വദേശി നെടിയേടത്ത് വീട്ടിൽ വേലായുധന്റെ മകൻ 53 വയസ്സുള്ള ഗിരീഷ് കുമാറാണ് മരിച്ചത്. പുലർച്ചെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഗുരുവായൂർ നഗരസഭ 34-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മേഖലയിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയാണ് ആദരിച്ചത്. കോൺഗ്രസ് പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് ആന്റോ തോമസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ജീഷ്മ സുജിത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ മുഖ്യാതിഥിയായി. ഉപപ്രതിപക്ഷ നേതാവ് KP റഷീദ്, ബഷീർ പൂക്കോട്, CM അഷ്റഫ്, രാജേഷ് ജാക്ക്, റാബിയ ജലീൽ, സ്വാതി നാരായണൻ, സലീം കപ്പിയൂർ തുടങ്ങിയവർ സംസാരിച്ചു.
പോർക്കുളം സ്കൂൾ പരിസരത്ത് റോഡരികിൽ മഴവെള്ളം കാനയിലേക്ക് ഒഴുക്കാനായി കോൺക്രീറ്റ് ചെയ്തു. ഈ ഭാഗത്ത് മഴവെള്ളം റോഡിലൂടെ ഒഴുകുന്നത് CCTV നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതർ കാനയ്ക്ക് സമീപം കോൺക്രീറ്റ് ചെയ്തത്. സ്കൂൾ പരിസരത്ത് മാസങ്ങൾക്ക് മുൻപാണ് റോഡരികിൽ കാന നിർമ്മിച്ചത്. എന്നാൽ മഴവെള്ളം റോഡരികിലൂടെയാണ് ഒഴുകിയിരുന്നത്. ഇതോടെ ഈ ഭാഗത്തെ മണ്ണും ഒഴുകി റോഡിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. CCTV വാർത്തയെ തുടർന്ന് BJP പ്രവർത്തകർ റോഡിലെ മണ്ണ് നീക്കിയിരുന്നു. റോഡരികിൽ പകുതിയോളം ഭാഗത്താണ് കോൺക്രീറ്റ് ചെയ്തത്. മുഴുവൻ ഭാഗത്തും കാനയ്ക്ക് കോൺക്രീറ്റ് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് സ്വരൂപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മങ്ങാട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിക്ഷേപിക്കുന്നതിനെതിരെ BJP പ്രതിഷേധിച്ചു. കായിക മത്സരങ്ങളും കായിക പരിശീലനവും നടക്കുന്ന ഗ്രൗണ്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തുടർന്നാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് യോഗം അറിയിച്ചു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഷ്ണു അമ്പാടി ഉദ്ഘാടനം ചെയ്തു. ശിവരാമൻ കോട്ടപ്പുറം, ഉദയൻ നെല്ലുവായ്, വാസു പാക്കത്ത്, ദിലീപ് പാക്കത്ത്, രാജേഷ് മങ്ങാട് എന്നിവർ പങ്കെടുത്തു. വേറൊരു സ്ഥലം കണ്ടെത്തണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. ഗ്രൗണ്ട് പൂർണ്ണമായും കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്കും കായിക മത്സരങ്ങൾക്കും കായിക പരിശീലനങ്ങൾക്കും വേണ്ടി മാത്രം വിനിയോഗിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയോട് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ഒരു സ്ഥലത്ത് കായിക പരിശീലനത്തിന് ശേഷം അനവധി ആളുകൾ ഇവിടെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഈ ഹരിതകർമ്മസേന ആളുകൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ SDPI പ്രവർത്തകനെ 9 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. ചാവക്കാട് ഇടക്കഴിയൂർ നാലാങ്കല്ലെ കിഴക്കേത്തറ 30 വയസ്സുള്ള ഷാഫിയെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിധി. വിവിധ വകുപ്പുകളിലായി 9 വർഷം കഠിന തടവിനും 15,000 രൂപ പിഴയടയ്ക്കാനും വിധിച്ചത്. കേസിലെ 1ഉം 3ഉം പ്രതികളും SDPI പ്രവർത്തകരുമായ ചാവക്കാട് എടക്കഴിയൂർ നാലാംകല്ല് സ്വദേശികളായ 23 വയസ്സുള്ള മുബിൻ, 26 വയസ്സുള്ള നസീർ എന്നിവരെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി 9 കൊല്ലം തടവിനും 30,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചിരുന്നു. ഈ സമയത്ത് 2ാം പ്രതിയായ ഷാഫി ഒളിവിലായിരുന്നു. 1ാം പ്രതി മുബിൻ പുന്ന നൌഷാദ് കൊലക്കേസിലെ 1ാം പ്രതിയാണ്. 2018 ഏപ്രിലിലാണ് കേസിനാസ്പദമായ സംഭവം. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ എടക്കഴിയൂർ നാലാംകല്ലിൽ കറുപ്പം വീട്ടിൽ 18 വയസ്സുള്ള ബിലാലും സുഹൃത്തുക്കളായ സാദിഖ്, നഹാസ് എന്നിവർ ഒന്നിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കെ പ്രതികൾ 3 പേരും വാളും ഇരുമ്പു പൈപ്പുമായി ബൈക്കിലെത്തി ബിലാലിനെ ആക്രമിക്കുകയായിരുന്നു. ബിലാലും 3ാം പ്രതിയായ നസീറുമായി മുമ്പ് വാക്കുതർക്കം നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബിലാൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഈ വിരോധം വച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ബിലാലിനെ ഉടനെ ആംബുലൻസിൽ മുതുവട്ടൂർ രാജ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചതിനാൽ ജീവൻ രക്ഷിക്കാനായി. ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർമാരായ AJ ജോൺസൺ, P അബ്ദുൾ മുനീർ എന്നിവരാണ് കേസന്വേഷണം നടത്തിയത്. 23 സാക്ഷികളെ വിസ്തരിക്കുകയും 28 രേഖകളും തൊണ്ടിമുതലുകളും ഹാജരാക്കുകയും ശാസ്ത്രീയ തെളിവുകൾ നിരത്തുകയും ചെയ്ത കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി തൃശൂർ സിറ്റി കോർട്ട് ലൈസൺ ഓഫീസറായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാജൻ PJയും പ്രവർത്തിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. പഴഞ്ഞി കേരള ബാങ്കിന് സമീപം മസ്ജിദ് റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാരെ വലയ്ക്കുന്നു. റോഡരികിലെ കാനയിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. കാനയിലൂടെ സമീപത്തെ വെള്ളം കലുങ്ക് വഴി ഒഴുകിപ്പോകുകയാണ് പതിവ്. എന്നാൽ കാനയ്ക്ക് ആഴമില്ലാത്തതിനാൽ റോഡിന്റെ താഴ്ചയുള്ള ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതോടെ ഈ വഴിയിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ചെളിവെള്ളം തെറിക്കുന്നത് കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നുണ്ട്. ഈ റോഡിൽ ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടാനായി റോഡിന്റെ വശം പൊളിച്ചിരുന്നു. പൈപ്പിട്ടതിന് ശേഷം മെറ്റൽ വിരിച്ചെങ്കിലും ടാർ വിരിച്ചില്ല. ഇതോടെ വാഹനയാത്രക്കാർക്കും യാത്രാക്ലേശം രൂക്ഷമായി. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനൊപ്പം പൈപ്പിട്ട ഭാഗങ്ങളിൽ ടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുസ്ലിം ലീഗ് കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EM മൊയ്തുണ്ണി ഹാജിയുടെ നിര്യാണത്തിൽ അനുസ്മരണ സർവകക്ഷി യോഗം ചേർന്നു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EM K കുഞ്ഞുമോൻ ഹാജിയുടെ അധ്യക്ഷതയിൽ ചിറക്കൽ അറഫ പാലസിൽ ചേർന്ന സർവകക്ഷി അനുസ്മരണ യോഗം ലീഗ് ദേശീയ സമിതി അംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ കരീം പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. ലീഗ് കുന്നംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് അറഫ മൊയ്തുണ്ണി ഹാജി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. കുന്നംകുളം മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, കാട്ടകമ്പാൽ പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ, റഷീദ്, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. അഗതിയൂർ കലശമല ആര്യലോകാശ്രമത്തിന്റെ ആര്യകലാക്ഷേത്രത്തിൽ ലോക സംഗീത ദിനം ആചരിച്ചു. നീലാംബരി, ഹിന്ദോളം, ശ്രീ, കന്നഡ, ഭൂപാളം എന്നീ രാഗങ്ങൾ ആലപിച്ച് ഓരോ ചന്ദനത്തൈകൾ നട്ട് ഗാനഭൂഷണം ബിന്ദു ബാസുരി ലോക സംഗീത ദിനം ഉദ്ഘാടനം ചെയ്തു. ആര്യനാമിക അധ്യക്ഷയായി. വേദനയെ പോലും വേദാന്തമാക്കുന്ന പ്രകൃതിയുടെ
സാമ്യമായ ഗീതമാണ് സംഗീതമെന്നും സംഗീതത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന രാഗങ്ങൾ പാടി നടുന്ന ചന്ദനമരങ്ങൾ ജാതി മതവർണ്ണ ലിംഗദേശ ഭാഷ വ്യത്യാസമെന്നെ സംഗീത സാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് ആര്യമഹർഷി പറഞ്ഞു. സർവകലകൾക്കും വിളഭൂമിയാകുന്ന ആര്യകലാക്ഷേത്ര മ്യൂസിക് തെറാപ്പിയും നൽകി വരുന്നുണ്ട്. രജനി കേശവൻ, ദേവയാനി, സന്തോഷ് എന്നിവർ സംസാരിച്ചു. കോതച്ചിറ ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളിൽ വായനാ വാരാഘോഷവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനായിരുന്ന MV രാജൻ മാസ്റ്റർ നിർവഹിച്ചു. സ്കൂൾ CMC ചെയർമാൻ C ജിനേഷ് അധ്യക്ഷത വഹിച്ചു. K മനോഹരൻ, CM വേണുഗോപാൽ, V സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക K പുഷ്പലത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അമൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. മരത്തങ്കോട് സ്വദേശിയായ റിട്ടയർഡ് CRPF ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വലിയപറമ്പിൽ വീട്ടിൽ 61 വയസ്സുള്ള പ്രേംകുമാറിനെയാണ് വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെ വീട്ടിലെ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വേലൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ കാട് പിടിച്ച് കിടക്കുന്ന കിണർ വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്ത്. ലക്ഷം വീട് നഗറിൽ സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചായത്ത് കിണർ 100ഓളം വരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിനായുള്ള ഏക ആശ്രയമാണ്. കുറച്ചു മാസങ്ങളായി കിണറിൽ ആൽമരം ഉൾപ്പെടെയുള്ള വൃക്ഷത്തൈകൾ വളർന്നു വന്ന് വെള്ളം കോരിയെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. വാർഡ് മെമ്പറോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഫലമില്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധമെന്ന് BJP ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് ചെറുപറമ്പിൽ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയൽ, അനൂപ് നെല്ലിക്കൽ, ജിത്തു എന്നിവർ പറഞ്ഞു. വായനാവാടിലെ ഒരു കുടിവെള്ള സ്രോതസ്സാണ് ഈ കിണറെന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു 100ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളൊരു കിണറാണ്. കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്നതാണ് ഈ കിണർ. ഇതിപ്പോൾ ഉപയോഗശൂന്യമായ പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിപ്പോൾ മെമ്പർ, ഈ നമ്മുടെ വായനാവാടിലെ മെമ്പർ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കണില്ല. ഇടയ്ക്കൊരു നമ്മളൊരു പൊടിയിട്ട് പോകണമെന്നല്ലാണ്ട് വേറെ ഒന്നും ഒരു ചെയ്യണമില്ല. അപ്പം അതിനെ എത്രയും പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇത് BJPയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. SKSSF തൊലബ വിംഗ് വടക്കേക്കാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈദ് സംഗമം സംഘടിപ്പിച്ചു. അകലാട് രാജാ ബീച്ചിൽ നടത്തിയ സംഗമം മേഖലാ ജോയിന്റ് സെക്രട്ടറി ജാസിർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തൊലബ വിംഗ് വർക്കിംഗ് സെക്രട്ടറി സഫ്രാൻ കോട്ടോലിന്റെ അധ്യക്ഷതയിൽ തൃശൂർ ജില്ലാ ട്രഷറർ ഷാഹുൽ ഹമീദ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. ലീഡേഴ്സ് മീറ്റിലെ മാതൃക മുദല്ലീം എന്ന വിഷയത്തിൽ മേഖലാ സെക്രട്ടറി ഹുസൈൻ ഫൈസി വിഷയാവതരണം നടത്തി. ജില്ലാ കൗൺസിലർ സമൃത്ത് അംബാല, മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷർഫിഖ് അംബാല, മേഖലാ ജോയിന്റ് സെക്രട്ടറി അസ്ലാം അണ്ടത്തോട്, ഹാഫിൽ റിൽവാൻ, ഷാഹിദ്, സിയാദ്, സൈഫുദ്ദീൻ, മുനവീർ, ഷാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു. തൊലബ വിംഗ് വടക്കേക്കാട് മേഖല ജനറൽ കൺവീനർ മുഹമ്മദ് റയീസ് അണ്ടത്തോട് സ്വാഗതവും ഫാക്കിർ അണ്ടത്തോട് നന്ദിയും പറഞ്ഞു. വിപണി കുന്നംകുളം കൃഷ്ണാഞ്ജലി ഡാൻസ് കളക്ഷൻസിന്റെ 1ാം വാർഷികം ആഘോഷിച്ചു. കുന്നംകുളം കൃഷ്ണാഞ്ജലി ഡാൻസ് കളക്ഷൻസിന്റെ 1ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം വർക്കല ശിവഗിരി മഠം ശ്രീമദ് അമേയാനന്ദ സ്വാമികൾ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ഡയറക്ടർ പ്രീതി സജീവൻ, മറ്റ് ജീവനക്കാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നൃത്തചമയങ്ങൾ എല്ലാം ഇവിടെ നിന്ന് ലഭ്യമാണ്. നൃത്തത്തിനാവശ്യമായ എല്ലാവിധ ഡ്രസ്സുകളും തയ്ച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കൂടാതെ ശാസ്ത്രീയമായി നൃത്തങ്ങൾ അഭ്യസിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9744 06 86 15 90 61 64 53 35. കൃഷ്ണാഞ്ജലി ഡാൻസ് കളക്ഷൻസ് കുന്നംകുളം. പഴഞ്ഞിമാർ തോമസ് സ്കൂളിലെ വായനാ ദിനാചരണം നടന്നു. പഴഞ്ഞിമാർ ഡൈനഷ്യസ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂൾ ലൈബ്രറിയിലേക്കായി പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. ട്രാവൽ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് HOD ലിജിഷ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ ലൈനു PK, സീനിയർ അധ്യാപിക അജി, അധ്യാപകരായ സ്വാതി, ശ്രീജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വായനാ മത്സരം, അമ്മ വായന, വായനാ ദിന ക്വിസ്, അക്ഷരചിത്രങ്ങൾ വരയ്ക്കൽ, അക്ഷരചിത്രങ്ങളുടെ പ്രദർശനം, പോസ്റ്റർ രചനാ മത്സരം തുടങ്ങിയവ ഉണ്ടായി.
അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇവിടങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗാ ദിന പരിപാടികൾ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC ഉദ്ഘാടനം ചെയ്തു. യോഗ പരിശീലകയായ ലക്ഷ്മി MS കുട്ടികൾക്കു വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അധ്യാപകരായ ജാസ്മിൻ TI, ജിഷ്ണു VM, വീണ S, ക്രിസ്റ്റോ ജോൺ M എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം, തൃശൂർ ജില്ലാ യോഗ പ്രൊമോട്ടേഴ്സ് ആൻഡ് റിസർച്ച് അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ഗൃഹശ്രീ പുരസ്കാര വിതരണവും നടത്തി. നമ്പഴിക്കാട് പോൾ മൗണ്ട് റീജൻസിയിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് വിശിഷ്ടാതിഥിയായിരുന്നു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദു മനാഫ്, FPA അജിംത് ഷേർ, കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ് തുടങ്ങിയവർ ശുചിത്വ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പൊതുജനങ്ങൾക്കായി യോഗ ക്ലാസുകളും പ്രദർശനവും നടന്നു. വിദഗ്ധർ നയിച്ച പരിശീലന ബോധവൽക്കരണ ക്ലാസുകളും സോങ് ആൻഡ് ഡ്രാമ വിഭാഗത്തിലെ കലാകാരന്മാരുടെ കലാപരിപാടികളും അരങ്ങേറി. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്നായി തിരഞ്ഞെടുത്ത 80 പേർക്ക് ഗൃഹശ്രീ പുരസ്കാരം, പ്രശംസാ സാക്ഷ്യപത്രം നൽകി ആദരിച്ചു. വാഗ മാലതി UP സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. PTA പ്രസിഡന്റ് EO സോജൻ അധ്യക്ഷനായിരുന്നു. യോഗ ഇൻസ്ട്രക്ടർ സീന ശ്രീജു യോഗയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനവും നൽകി. ജീവിതശൈലി രോഗങ്ങൾക്ക് യോഗ പരിശീലനം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നുവെന്ന് സീന ടീച്ചർ വിശദീകരിച്ചു. അധ്യാപികമാരായ മെസ്മിൻ മരിയ, സ്മിത ടീച്ചർ, അനിത ടീച്ചർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. യോഗാ ദിനത്തിൽ യോഗാസനങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വിതരണം ചെയ്ത് മേജർ PJ സ്റ്റൈജു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ NCC കേഡറ്റുകൾക്ക് യോഗാസന പുസ്തകം വിതരണം ചെയ്താണ് പുസ്തക വിതരണത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൈക്കാട് VR അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NCC യൂണിറ്റുകളിലെ കേഡറ്റുകൾക്കും യോഗാ ദിനത്തിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ശ്രീകൃഷ്ണ കോളേജിൽ പ്രിൻസിപ്പാൾ ബിജോയ് PS, ക്യാപ്റ്റൻ രാജേഷ് മാധവൻ, മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാൾ സന്തോഷ് ഇമ്മട്ടി, യോഗ പരിശീലകൻ പ്രേംലാൽ, തൈക്കാട് അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാന അധ്യാപകന്റെ ചുമതല വഹിക്കുന്ന ചിത്ര R നായർ, പരിശീലക പൂജാലക്ഷ്മി ആശിഷ്, കണ്ടാണശ്ശേരി MSS UP സ്കൂളിൽ പ്രധാനാധ്യാപിക NN സിന്ധു, NR റീന എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. 2023 കേരളത്തിലെ മികച്ച NCC ഓഫീസർക്കുള്ള ദേശീയ അവാർഡ് നേടിയ NCC ഓഫീസറാണ് മേജർ PJ സ്റ്റൈജു. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. പ്രധാനാധ്യാപിക NK സുധ ടീച്ചർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാസർ ഹുസൈൻ മാസ്റ്റർ കുട്ടികൾക്ക് യോഗാ ദിന സന്ദേശം നൽകി. വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനവുമുണ്ടായി. യോഗ ട്രെയിനർമാരായ ഫിർദൌസ്, ശ്രീലക്ഷ്മി, നന്ദന, അധ്യാപകരായ ജിംഷി, സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. ALPS ഞമനങ്ങാട് കണ്ടംപള്ളി സ്കൂളിൽ ബോധിധർമ്മ അക്കാദമി ഡയറക്ടർ KS മനോജ് ക്ലാസുകൾ നയിച്ചു. 1 മണിക്കൂർ നീണ്ട യോഗ പരിശീലനവും പ്രദർശനവും നടന്നു. പ്രധാനാധ്യാപിക രമാദേവി, അധ്യാപകരായ സിനി, ഭവ്യ, സിജി, മറ്റധ്യാപകർ എന്നിവർ പങ്കെടുത്തു. കുട്ടികൾക്കായുള്ള യോഗ ക്ലാസ് ഉദ്ഘാടനവും നടന്നു. തിരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനത്തിന്റെ ഭാഗമായി 24 കേരള ബറ്റാലിയൻ NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു. PTA പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറുമായ ബിജു പള്ളിക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക ജിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. NCC ഓഫീസർ സുഗിൽ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. തൃശൂർ ജില്ലാ യോഗ അസോസിയേഷൻ ട്രെയിനർ സ്മിത NCC കേഡറ്റുകൾക്ക് യോഗ പരിശീലനം നൽകി. സ്റ്റാഫ് സെക്രട്ടറി മുനീർ മാസ്റ്റർ, ലിജോ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് അമൃത വിദ്യാലയത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ അമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ കോട്ടക്കൽ ചാരിറ്റബിൾ ആര്യവൈദ്യശാല ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KM മധു ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സമകാലിക ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവിതശൈലികളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം സംവദിച്ചു. തുടർന്ന് വിദ്യാലയത്തിലെ കുട്ടികളുടെ യോഗാമുറകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം നടത്തി. ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിന്ധു PV സ്വാഗതം പറഞ്ഞു. മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, നഗരസഭാ കൗൺസിലർമാരായ ഷാനവാസ് KV, ഫൈസൽ കനാമ്പുള്ളി, രമ്യ ബിനീഷ് എന്നിവർ ആശംസകൾ നേർന്നു. നഗരസഭ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്ന കൃഷ്ണൻ യോഗയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നഗരസഭാ കൗൺസിലർ പ്രമീള MB നന്ദി പറഞ്ഞു. നഗരസഭ വനിതാ യോഗ ക്ലബ് അംഗങ്ങൾ, നഗരസഭാ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു.
വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ യോഗ ഡേയും മ്യൂസിക് ഡേയും സമുചിതമായി ആചരിച്ചു. ഇമോഷണൽ ഡെവലപ്മെന്റ് കോച്ച് സാറ ജെയിൻ സാൻഡേഴ്സ് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾ യോഗാസനങ്ങൾ അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, വൈസ് പ്രിൻസിപ്പൽ രാധാമണി C, യോഗ ഇൻസ്ട്രക്ടർ സുജിന സുകുമാരൻ, സംഗീതാധ്യാപിക രശ്മി KR എന്നിവർ നേതൃത്വം നൽകി. പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. അക്കിക്കാവ് ശ്രീ വിവേകാനന്ദ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഖണ്ഡ് ഭൗതിക് പ്രമുഖ് ദിലീഷ് K. ദാസൻ ഉദ്ഘാടനം ചെയ്തു. യോഗാചാര്യൻ ബാബു ജേക്കബ് യോഗ പരിശീലന ക്ലാസ് നിയന്ത്രിച്ചു. പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി. സെക്രട്ടറി മണിക്കുട്ടൻ, വൈസ് പ്രസിഡന്റ് രവി KU, സാമാജികം കൺവീനർ ഷിബിൻ K, മാതൃസമിതി പ്രസിഡന്റ് സുധാഹർഷൻ എന്നിവർ സംസാരിച്ചു. കോതച്ചിറ ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളിൽ യോഗാ ദിനാചരണം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ദിനാചരണത്തിന്റെയും യോഗാ ക്ലാസിന്റെയും ഉദ്ഘാടനം നെല്ലുവായ് ധന്വന്തിരി ഭവനിലെ യോഗാ പരിശീലകനും സ്കൂളിലെ മുൻ അധ്യാപക രക്ഷാകർതൃ പ്രസിഡന്റുമായിരുന്ന R. ജനാർദ്ദനൻ വാര്യർ നിർവഹിച്ചു. വിദ്യാർത്ഥികളിൽ മാനസിക ശാരീരിക ഉന്മേഷത്തിനും ബുദ്ധിവികാസത്തിനും യോഗ വളരെ ഫലപ്രദമാണെന്നും രക്ഷകർത്താക്കൾ കൂടി യോഗ പരിശീലനം നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രയോജനമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദിനാചരണ ചടങ്ങിൽ സ്കൂൾ CMC ചെയർമാൻ ജിനേഷ് അധ്യക്ഷത വഹിച്ചു. SSG കൺവീനർ K. മനോഹരൻ, MPTA അംഗം ഉഷ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് സ്കൂൾ പ്രധാന അധ്യാപിക പുഷ്പലത ടീച്ചർ സ്വാഗതവും സീനിയർ അധ്യാപിക ധന്യ ടീച്ചർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ജനാർദ്ദന വാര്യർ കുട്ടികൾക്ക് യോഗ ക്ലാസും പരിശീലനവും നൽകി. അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ പ്രിൻസിപ്പൽ ഫൗസിയ ഷഹീദ് വിദ്യാർത്ഥികൾക്ക് യോഗാദിന സന്ദേശം നൽകി. സ്കൂൾ അധ്യാപകൻ ഫലാഹ് മാസ്റ്റർ യോഗ ക്ലാസ് എടുത്തു. ഉച്ചതിരിഞ്ഞ് സ്കൂളിൽ ലോക സംഗീത ദിനാചരണവും സംഘടിപ്പിച്ചു. കുട്ടികളുടെ ലളിതഗാനം, മാപ്പിളപ്പാട്ട്, നാടൻപാട്ട് എന്നിവ അരങ്ങേറി. സംഗീത ദിനാചരണ പരിപാടിയിൽ സ്കൂൾ വിദ്യാർത്ഥി സാബിക് തങ്ങൾ സ്കൂളിലേക്കായി ബ്ലൂടൂത്ത് സ്പീക്കർ നൽകുകയും ചെയ്തു. അധ്യാപകരായ ലതാ ബാലകൃഷ്ണൻ, ആയിഷ, സാജിദ, ഫാത്തിമ, ആഷിഖ്, സാഹിദ, ഷാനിബ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ NSS യൂണിറ്റും കോളേജ് കായിക വിഭാഗവും സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ്ബും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. കോളേജിൽ നടന്ന ദിനാചരണത്തിൽ സ്റ്റാഫുകളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. യോഗയെയും ദിനാചരണത്തിന്റെ ആവശ്യകതയെയും കുറിച്ച് ബൈജു C. പാപ്പച്ചൻ ക്ലാസ് എടുത്തു. തുടർന്ന് ചന്ദ്രൻ C. യോഗ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. രാവിലെ നടന്ന ചടങ്ങിൽ ഷർമിള KP സ്വാഗതവും ബിജീഷ് P. നന്ദിയും പറഞ്ഞു. പഴഞ്ഞി MD കോളേജ് NCC SD യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യോഗാഭ്യാസവും ബോധവൽക്കരണ ക്ലാസും നടന്നു. യോഗ പരിശീലകരായ അരവിന്ദാക്ഷൻ, PV മുരളീധരൻ എന്നിവർ യോഗാഭ്യാസങ്ങൾ പ്രദർശിപ്പിച്ചു. കേഡറ്റുകൾക്ക് യോഗ പരിശീലിക്കാനും അവതരിപ്പിക്കാനും അവസരമൊരുക്കി. അഭിനവ് KP, ഡോക്ടർ ബെൻസൺ CC എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ യോഗാ ദിനം വിപുലമായി ആചരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ലിനി ഷിബു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അക്കാദമിക് കോർഡിനേറ്ററും ഇന്റർനാഷണൽ യോഗ ടീച്ചറുമായ ഡോക്ടർ NV ആന്റണി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഫെഡറേഷൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ നിരവധി തവണ പങ്കെടുക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത K. സൂരജ് മുഖ്യാതിഥിയായിരുന്നു. യോഗയെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുകയും യോഗയുടെ വിവിധ സ്റ്റെപ്പുകൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. തുടർന്ന് സ്കൂളിൽ കുട്ടികൾക്കുള്ള യോഗ പരിശീലനത്തിന് ഔപചാരികമായി തുടക്കം കുറിച്ചു. PTA പ്രസിഡന്റ് അനിൽ K. ജോസ്, ഷാഹുൽ ഹമീദ്, അധ്യാപിക ദിൽന എന്നിവർ ആശംസകൾ നേർന്നു. സിമി അനിൽ സ്വാഗതവും ഗീത മോഹൻദാസ് നന്ദിയും പറഞ്ഞു. പരിപാടികൾക്ക് പ്രിൻസിപ്പൽ ലിനി ഷിബു, HOD സിമി അനിൽ, അധ്യാപിക ഷെസിൽ ജോബി എന്നിവർ നേതൃത്വം നൽകി. നാഷണൽ ആയുഷ് മിഷന്റെയും വരവൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തളി ANMM UP സ്കൂളിൽ വെച്ച് യോഗാ ദിനം ആചരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിമല പ്രഹ്ലാദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം നിർവഹിച്ചു. യോഗ പരിശീലക കവിതാലക്ഷ്മി ക്ലാസ് നയിച്ചു. തുടർന്ന് യോഗ പരിശീലകരുടെ യോഗ പ്രദർശനവും അരങ്ങേറി. ശേഷം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗ ക്ലാസും നടന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോധ, വാർഡ് മെമ്പർമാരായ ബീബാത്തുകുട്ടി, അബൂബക്കർ, സക്കീന, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫ്രാൻകോ എന്നിവർ സംസാരിച്ചു. ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു P. ഭാസ്കർ സ്വാഗതവും സ്കൂൾ HM ഇൻചാർജ് മിനി ടീച്ചർ നന്ദിയും പറഞ്ഞു. യോഗ വിദ്യാർത്ഥികളും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറി സ്റ്റാഫും ചടങ്ങിൽ പങ്കെടുത്തു. ചൂണ്ടൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം സംഘടിപ്പിച്ചു. പാറന്നൂർ ചിറ പരിസരത്ത് നടന്ന യോഗാ ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ യോഗാദിന സന്ദേശം നൽകി. ഹരിതകർമ്മസേന കോർഡിനേറ്റർ NS അനഘ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഹരിതകർമ്മസേന സെക്രട്ടറി CK ഷഹന, കൺസോർഷ്യം പ്രസിഡന്റ് നിഷ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു.
കടവല്ലൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം നടത്തി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിസമോൾ, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, യോഗ പരിശീലകൻ വിക്രമൻ, ഫാർമസിസ്റ്റ് ജിയൂഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗ ക്വിസ്, യോഗ ഡാൻസ്, യോഗ പ്രദർശനം എന്നിവയും നടന്നു. വേലൂർ ചേതന യോഗയുടെ നേതൃത്വത്തിൽ നടന്ന യോഗാ ദിനാചരണം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സപ്ന റഷീദ്, യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും യോഗ പരിശീലകനുമായ AK ശശി, സാവിത്രി എന്നിവർ സംസാരിച്ചു. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രവും ആയുഷ് വകുപ്പും സംയുക്തമായി യോഗാ ദിനാചരണം നടത്തി. പുന്നൂർകുളം പഞ്ചായത്ത് ഹാളിൽ നടത്തിയ യോഗാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്ര ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ നിമ്മി യോഗ വിഷയാവതരണവും യോഗ ട്രെയിനർ ബൈജു യോഗ പരിശീലന ക്ലാസും നയിച്ചു. ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത്ത്, വാർഡ് മെമ്പർമാരായ ഷംസുദ്ദീൻ, ശോഭ പ്രേമൻ, ഹാജിറ കമറുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. JHI ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു. കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരും ആശാവർക്കർമാരും പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു. 2017 മുതൽ പുന്നൂർകുളം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ബാച്ചുകളിലായി സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യോഗാ പരിശീലനം നടത്തിവരുന്നുണ്ട്. വേലൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി നിർവഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഫറൂഖ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകി. യോഗ ഇൻസ്ട്രക്ടർ ആശ യോഗ പരിശീലനം നൽകി. BRC അധ്യാപിക അഞ്ജു K ജയൻ സ്വാഗതവും BRC വിദ്യാർത്ഥി കിരൺകുമാർ നന്ദിയും പറഞ്ഞു. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ യോഗ ദിനാചരണത്തിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് അധ്യക്ഷയായി. പരിശീലനം സിദ്ധിച്ച വിദ്യാർത്ഥിനികൾ വ്യത്യസ്ത സംഗീതോപകരണങ്ങൾ വായിക്കുകയും ശാസ്ത്രീയ സംഗീതം ആലപിക്കുകയും ചെയ്തു. യോഗാ നൃത്തം പിന്നീട് അവതരിപ്പിച്ചു. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് സ്വന്തമാക്കിയ വിദ്യാലയത്തിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനി KS ശ്രീനന്ദയെ പ്രധാന അധ്യാപിക ആദരിച്ചു. വിദ്യാർത്ഥിനികളായ അമേയ ബൈജു, കൃഷ്ണ ബ്രിജേഷ്, US നന്ദന എന്നിവർ യോഗ സംഗീത ദിനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. BJP കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറ്റിമാണി ഓഡിറ്റോറിയത്തിൽ വെച്ച് യോഗ പരിശീലനം നടത്തി. OBC മോർച്ച ജില്ലാ അധ്യക്ഷൻ KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത് അധ്യക്ഷത വഹിച്ചു. യോഗാചാര്യൻ KK മുരളി ക്ലാസ് നയിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജബിൻ, സുമേഷ് കുട്ടൻ, സനു ഗണപതി, രേഷ്മ സുനിൽ, അനൂപ് തയ്യിൽ, റനീഷ് ചെമ്മണ്ണൂർ എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനവും സംഗീത ദിനവും സംയുക്തമായി ആഘോഷിച്ചു. ആകാശവാണിയിലെ അപ്ഗ്രേഡ് മ്യൂസിക് ആർട്ടിസ്റ്റും വിദ്യാലയത്തിലെ വിരമിച്ച അധ്യാപികയുമായ സജിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. യോഗാചാര്യൻ TB വിജയൻ, പ്രധാനാധ്യാപിക ഗിരിജ ടീച്ചർ, അഭിനന്ദ TM, സീനിയർ അധ്യാപിക ജ്യോതി ടീച്ചർ എന്നിവർ സംസാരിച്ചു. സംഗീതവും യോഗയും ഇടകലർന്ന ഫ്യൂഷൻ ഡാൻസ് നടന്നു. വെങ്ങലശ്ശേരി സ്വദേശിയായ മുരളിയും സംഘവും പുള്ളുവൻ പാട്ട് അവതരിപ്പിച്ചു. എളവള്ളി പഞ്ചായത്തിലെ യോഗാ ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ, ജനപ്രതിനിധികളായ രാജീവ് മണികണ്ഠൻ, MP ശരത് കുമാർ, സെക്രട്ടറി തോമസ് രാജൻ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VM ഷാമില, ഹോമിയോ മെഡിക്കൽ ഓഫീസർ മിൻസി പോൾ, കൃഷി ഓഫീസർ CR രാഗേഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, യോഗ ഇൻസ്ട്രക്ടർ P പ്രഭിത എന്നിവർ സംസാരിച്ചു. ഡിസ്പെൻസറിയുടെ കീഴിലുള്ള യോഗ പരിശീലകരുടെ പ്രദർശനമുണ്ടായിരുന്നു. എളവള്ളി പഞ്ചായത്തിൽ 3 കേന്ദ്രങ്ങളിലാണ് നിലവിൽ പരിശീലനം നടക്കുന്നത്. കൂടാതെ കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി യോഗ ക്ലാസ് ആരംഭിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പസിൽ നടത്തിയ മെഗാ വായന വേറിട്ടതായി. 15 മിനിറ്റ് ഒരേ സമയം വിദ്യാർത്ഥികളും അധ്യാപകരും സഹജീവനക്കാരും നടത്തിയ വായന കൗതുക കാഴ്ചയായി. എല്ലാവരും പുസ്തകം കയ്യിലെടുത്ത് വായിക്കുകയും ഒരേ സമയത്ത് ഒരുമിച്ച് പുസ്തകത്താളുകൾ മറിച്ച് വായനയുടെ പ്രാധാന്യത്തെ പ്രതീകാത്മകമായി ആവിഷ്കരിക്കുകയുമാണ് ചെയ്തത്. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷൈനി ഹംസ നേതൃത്വം നൽകി. വായനാവാരത്തിന്റെ ഭാഗമായി ക്യാമ്പസിൽ ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തത്. വൈസ് പ്രിൻസിപ്പൽ സാജിദ റസാഖ്, ജൂനിയർ പ്രിൻസിപ്പൽമാർ അൻസാർ സ്കൂൾ ലൈബ്രറിയൻ ഷൈനി PK, അസീസ് TP എന്നിവർ നേതൃത്വം നൽകി.
SDPI 16ാം സ്ഥാപക ദിനം ആചരിച്ചു. SDPI കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ചിറക്കൽ സെന്റർ, കോട്ടൂൽ, അയ്നൂർ എന്നിവിടങ്ങളിൽ പതാക ഉയർത്തി മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഹീം കരിച്ചാൽ, വൈസ് പ്രസിഡന്റ് ഷഫ്ജീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6700 രൂപ, സ്വർണം പവന് 53,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചർമ്മം കാണിയാമ്പാൽ താമരത്ത് വീട് ശാന്ത ചന്ദ്രൻ നിര്യാതയായി. 79 വയസ്സായിരുന്നു. പ്രസാദ്, സാധന, സിന്ധു എന്നിവർ മക്കളാണ്. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. CCTVയുടെ 18ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് നാളെ ഉച്ചയ്ക്ക് 12 മണി മുതൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയവരെയും വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ആദരിക്കും. അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി സാമ്പത്തിക സഹായം നൽകും. ചടങ്ങ് CCTV ന്യൂസ് ചാനലിലും TCV ഉത്സവ ചാനലിലും തത്സമയം. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ കലാകിരീടത്തിനായി കടുത്ത മത്സരം. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് 127 പോയിന്റോടെ മുന്നിൽ. തൃപ്രയാർ, പാലക്കാട് കോളേജുകൾ തൊട്ടുപിന്നിൽ. കലാമേള നാളെ സമാപിക്കും. പുന്നൂർക്കുളത്ത് ദേശീയപാതയോരത്തെ സർവീസ് റോഡിൽ അലക്ഷ്യമായി കൂട്ടിയിട്ട മെറ്റൽ കൂനയിൽ സ്കൂട്ടർ ഇടിച്ചു കയറി ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പൊന്നാനി സ്വദേശി മരിച്ചു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ഉയരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.in.